നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു നീക്കമാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇത്തവണ നടത്തിയിരിക്കുന്നത്. അതായത് എ ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളി പിടിച്ചെടുക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ തന്നെ കളത്തിലിറക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ മികച്ച പ്രകടനം നടത്താൻ ജോർജ് കുര്യന് സാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജോർജ് കുര്യന് കേന്ദ്ര നേതൃത്വം പ്രത്യേക നിർദ്ദേശം നൽകിക്കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജോർജ് കുര്യന് സഭാ നേതൃത്വമായിട്ടുള്ള ബന്ധം അത് വോട്ടാക്കി മാറ്റാനാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രി തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയിലാണ് എൻ.ഡി.എ ക്യാമ്പ്. അതേസമയം കാഞ്ഞിരപ്പള്ളിയിൽ ബി.ജെ.പി ലക്ഷ്യം വെച്ചതോടെ മണ്ഡലത്തിൽ സപ്രയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് യു.ഡി.എഫിന്റെ നീക്കം. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഭിലാഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് ജി രാജ്, ജോസഫ് വാഴക്കൻ, നാട്ടകം സുരേഷ് എന്നീ പേരുകൾ കോൺഗ്രസിന്റെ പരിഗണനയിൽ തന്നെയുണ്ട്. എന്നാൽ ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ AICC സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ആന്റണിയുടെ പേരും പരിഗണനയിൽ വരുന്നുണ്ട്. ജസ്റ്റിസ് സെറിക് ജോസഫിന്റെ മരുമകനായ മാത്യു ആന്റണിക്ക് കരിപ്പറമ്പിൽ കുടുംബബന്ധമാണ് കാഞ്ഞിരപ്പള്ളിയുമായുള്ള അടുപ്പം. അതിനിടെ കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ വന്നാൽ പൂഞ്ഞാറിൽ സാമുദായിക സമവാക്യം പാലിച്ച് ഹിന്ദു നായർ ഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് പരിഗണിക്കേണ്ടി വരും. ഇത് പൂഞ്ഞാറിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന PC ജോർജിന് ഒരു തിരിച്ചടിയായി മാറും. പൂഞ്ഞാർ സീറ്റ് നിലവിൽ BDJSന്റെ കൈവശമാണ്. സീറ്റ് ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കുമെന്നും BDJS നേതൃത്വം അറിയിച്ചിരുന്നു. ഇതോടെയാണ് പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ മകൻ ഷോൺ ജോർജും മത്സരിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. പാലായിൽ ഷോൺ ജോർജ് സീറ്റ് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ്. എന്നാൽ അച്ഛനും മകനും സീറ്റ് കൊടുക്കുന്നതിനോട് ബി.ജെ.പിക്ക് വലിയൊരു ഭാഗത്തിന് എതിർപ്പുണ്ട്. അതായത് രണ്ടുപേർക്കും സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുന്നതിനോട് ബി.ജെ.പിക്ക് വലിയ താല്പര്യമില്ല. ഇതിനിടെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത്. ഇതോടെ അടുത്തടുത്ത 3 മണ്ഡലങ്ങളിലും ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ PC ജോർജിനെ പൂഞ്ഞാറിൽ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം നായർ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എത്താനാണ് സാധ്യത. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഭരണം പിടിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിനാൽ ബി.ജെ.പിക്ക് പൂഞ്ഞാറിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഏകോപനം, അതായത് ബി.ജെ.പിയുടെ സകല കേന്ദ്ര നേതൃത്വങ്ങളും ബി.ജെ.പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ, അതായത് ബി.ജെ.പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പാർട്ടി നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലേക്ക് നേരിട്ടിറങ്ങി പണി എടുക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ബി.ജെ.പി കാവിക്കൊടി വിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാവിക്കൊടി പാറിച്ചുകൊണ്ട്, താമര വിരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തുന്നത്.